ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ചക്ക വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ റെസിപ്പി. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ചക്കൻ്റെ സീസണാണ് അല്ലേ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ആവാം ഇന്നത്തെ റെസിപ്പി എന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ഒരു ചക്ക നല്ല ടേസ്റ്റി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും എങ്ങനെ ഫ്രൈ ആക്കി എടുക്കാമെന്ന് നോക്കാം. ഇതിപ്പോൾ പഴുത്ത ചക്കയാണ് കേട്ടോ, അത്യാവശ്യം പഴുത്തിട്ടുള്ള ചക്കയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാനായിട്ട് ഓവർ പഴുത്ത് അലിഞ്ഞ് പോയിട്ടുള്ള ചക്കയൊന്നും എടുക്കരുത് കേട്ടോ. ഒരു മീഡിയം പഴുപ്പുള്ളത് തന്നെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള സീഡ് നമുക്ക് കളഞ്ഞിട്ട് 2 പീസാക്കിയിട്ട് മാറ്റിയെടുക്കാം. അതിൻ്റെ ഉള്ളിലുള്ള ഭാഗമൊക്കെ മൊത്തമായിട്ട് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ പുറം ഭാഗത്തുള്ള ഉണ്ടല്ലോ ഇതുപോലെയുള്ള ആരുകളൊക്കെ എടുത്തു മാറ്റുക. എന്നിട്ട് ഇതുപോലെ സെൻറ്റർ ഒന്ന് മുറിച്ചിട്ട് 2 പീസാക്കി എടുക്കുക. അപ്പോൾ ആയിരിക്കും നമുക്ക് മാവിൽ കറക്റ്റായിട്ട് തന്നെ മുക്കിയിട്ട് ഫ്രൈ ആക്കാൻ പറ്റുക. അപ്പോൾ ഒരു ചക്ക ക്ലീൻ ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അടിപൊളിയായിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതാ ഞാനിപ്പോൾ ചക്ക മുഴുവനായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ മൈദയുടെ അളവൊന്നും പറയുന്നില്ല, കാരണം നിങ്ങൾ എത്ര ചക്ക എടുക്കുന്നു അതിനനുസരിച്ച് മാവ് റെഡിയാക്കി എടുക്കുക. നമ്മൾ സാധാ പഴം പൊരിക്കൊക്കെ റെഡിയാക്കി എടുക്കില്ല, ആ രീതിയിൽ തന്നെയാണ് കേട്ടോ മാവ് വേണ്ടത്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് മൈദ എടുക്കുകയാണെങ്കിൽ 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റിൽ എടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ അതിൻ്റെ പുറം ഭാഗം നമുക്ക് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചക്കയുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണേ. ഉപ്പും കൂടെ ഉണ്ടാകുമ്പോഴാണ് ആ മധുരം നല്ല ബാലൻസ് ആയിട്ട് ഉണ്ടാവുമല്ലോ കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ അതിന് പകരം യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പക്ഷെ അതിനേക്കാളും ഹെൽത്തി ആയിട്ടുണ്ടാവുക മഞ്ഞൾപ്പൊടി തന്നെയാണ്. ഇനിയിപ്പോൾ ആ മാവിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ ഒരു ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കണം. അത്യാവശ്യം തിക്കായിട്ടുള്ള ബാറ്റർ തന്നെ വേണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു ചക്കമേൽ നല്ലതുപോലെ തന്നെ ഒരു കോട്ടിംഗ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ ചക്കയും ആ ഒരു മാവും സെപ്പറേറ്റ് ആയിട്ട് മാറും. അതുകൊണ്ട് കണ്ടല്ലോ ഇതുപോലെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് മുറിഞ്ഞ് വീഴുന്നൊരു പരിവുണ്ടല്ലോ, ഇതുപോലെയാണ് കേട്ടോ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. അത്യാവശ്യം തിക്ക് ആയിട്ടുള്ള കൺസിസ്റ്റൻസി തന്നെ റെഡിയാക്കി എടുക്കുക. ഇനിയിപ്പോൾ വെള്ളം കൂടി പോയി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി മൈദപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ അപ്പക്കാരുണ്ടല്ലോ അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം അപ്പക്കാരം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതായി ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനേക്കാളും നമുക്ക് നല്ലത് മിക്സിയുടെ ജാറിലേക്ക് മൈദയും പഞ്ചസാരയും ഉപ്പും എല്ലാ ഐറ്റംസും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്താലും നമുക്ക് പെട്ടെന്ന് തന്നെ ആ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഫ്രൈ ആക്കാനായിട്ട് ഞാനിപ്പോൾ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്കത് ഫ്രൈ ആക്കാനായിട്ട് എടുക്കാം. ഇനി ഇതുപോലെ ഓരോ പീസ് ചക്ക എടുത്തിട്ട് ആ ഒരു മാവിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ചക്കയുടെ എല്ലാ ഭാഗത്തേക്കും ആ മാവ് കറക്റ്റായിട്ട് തന്നെ എത്തിയിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ ആ കുരുവൊക്കെ കളഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗം കൊഴിഞ്ഞ് നിൽക്കില്ല, ആ ഭാഗത്തേക്കൊക്കെ കറക്റ്റായിട്ട് തന്നെ മാവ് ചെന്നിട്ടുണ്ടാവണം കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ ഫ്ലെയിം ഹൈ ടു മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കുക. ഇനിയിപ്പോൾ ഞാൻ പാനിൽ കൊള്ളുന്ന അത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം തീ ഉണ്ടാവുമ്പോഴാണ് കേട്ടോ ഇതുപോലെ നന്നായിട്ട് തന്നെ പൊങ്ങി വരിക. കണ്ടല്ലോ. ഇനി ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ 2 ഭാഗവും ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കുന്ന സമയത്ത്. നമ്മൾ എപ്പോഴായാലും ചക്ക കിട്ടുന്ന സമയത്ത് തനിയല്ലേ കഴിക്കുക. പച്ച ചക്കയാണെങ്കിൽ നമുക്ക് ഫ്രൈ ആക്കി എടുക്കുകയും ചെയ്യും. പഴുത്ത ചക്ക ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ആയിട്ട് തന്നെ ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി ചക്കയൊക്കെ കിട്ടുന്ന ദിവസങ്ങളിൽ ഇതുപോലെ ഈവനിങ് സ്നാക്കിനൊക്കെ റെഡിയാക്കി കൊടുത്ത് നോക്കുക. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ്. ചൂടോട് കൂടി തന്നെ കഴിക്കുക. തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ്സൊക്കെ നഷ്ടപ്പെടും. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ക്രിസ്പിനെസ്സൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. ഇതിൻ്റെ ഉൾഭാഗമായാലും കഴിക്കുന്ന സമയത്ത് അത് ചക്കയുടെ പീസൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും മസ്റ്റ് ആയിട്ടുള്ള ഡ്രൈ ഐറ്റംസ് തന്നെയാണ്. തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഉണ്ടല്ലോ ഞാനിപ്പോൾ ഇതൊന്ന് കഴിച്ച് കാണിച്ച് തരാണ്ടല്ലോ. അതിൻ്റെ ഉൾഭാഗമൊക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.